കൂടിയായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. Once again, I extend a heartfelt greetings to all who are present here in the name of the Lord. മനോഹരങ്ങളായ ഗാനങ്ങൾ പാടി ദൈവത്തെ പുകഴ്ത്തുവാൻ നമുക്ക് ദൈവം അവസരം നൽകി. The Lord gave us the opportunity to sing to Him with beautiful songs. ദൈവത്തെ അതോർത്ത് ഞാൻ നന്ദി പറയുന്നു ദൈവത്തിന്. And I thank the Lord remembering that. ഇന്ന് ഓസ്ട്രേലിയയിൽ എല്ലാവരും ഫാദേഴ്സ് ഡേ ആചരിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. In Australia, everyone is celebrating today as Father's Day. ഇവിടെ ഉള്ള എല്ലാ ഫാദേഴ്സിനും ഞാൻ ഉൾപ്പെടെ ആശംസകൾ നേരുന്നു. And to all the fathers who are sitting here, including me, I extend greetings. അതുപോലെ തന്നെ ഫാദേഴ്സ് ആകാൻ പോകുന്നവർക്കും ആശംസകൾ അഡ്വാൻസ് ആയി നേരുന്നു. And also advance greetings to all who are going to be fathers soon. ഫാദേഴ്സ് ഡേ ആയതുകൊണ്ടല്ല, അതോ കണക്ഷനുമായിട്ടല്ല എന്ന് സംസാരിക്കാൻ പോകുന്നത്. I am not going to speak in connection with Father's Day today. എന്നാൽ സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട് എന്നുള്ള കാര്യം നാം ഇന്നും ഓർക്കേണ്ടതാണ്. But we should remember that we have a Father in heaven. പിതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പിതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും ഓടിയെത്തുക? When we think about fathers, what does come to our mind? എന്ത്? സാക്രിഫൈസ്, പിന്നെ കർക്കശക്കാരാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? സ്നേഹം. നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഓടിയെത്താറ്? Whenever we are in need of something, where will we run and go? അമ്മമാരുടെ അടുത്തേക്ക് അല്ലേ? We'll go to our mothers. അതെ, അതൊരു പ്രോപ്പർ ചാനൽ. പക്ഷേ പ്രൊവൈഡ് ചെയ്യുന്ന എപ്പോഴും ആരായിരുന്നു? Mothers are the channels to that, but who actually provides the need? ഇവിടുത്തെ സാഹചര്യത്തിൽ ആണെങ്കിലും നമ്മളെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാം. പക്ഷേ സാധാരണ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാം അമ്മമാർ പറഞ്ഞിട്ടാണെങ്കിലും എല്ലാം മേടിച്ചു തരുന്നതും അതുപോലെ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ അപ്പന്മാരായിരുന്നു. And in today's era, it is a little bit different. But when I was young, at that time, everything that was provided to us, was looking after us, was a father. Okay. ആഹാരത്തിൻ്റെ കാര്യം ഡിഫറെൻ്റ് ആണ്. അത് മമ്മിമാരുണ്ടാക്കി തരുമായിരുന്നു. The food was different because mummies used to cook food for us. എന്നാൽ പുറത്തുനിന്ന് വസ്ത്രം മേടിച്ചു തരികയും അതുപോലെ പുറത്ത് കൊണ്ടുപോവുകയും അതുപോലെ സ്കൂളിൽ വരികയും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പന്മാരായിരുന്നു. But everything which was related to outside, for buying clothes, for buying anything, or to take us somewhere, fathers used to do it for us. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ വിലയേറിയ കൂടുതൽ കോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആരുടെ അടുത്ത് നിന്നാലേ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പന്മാരുടെ അടുത്ത് നിന്നാലേ കിട്ടത്തുള്ളൂ. And in anything that is costly, and if you want it, you would go near to the father, because only father will be able to provide that. ഓക്കെ, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സൈക്കിൾ വേണമായിരുന്നു എനിക്ക്. മേടിച്ചു തന്നത് അപ്പം തന്നെയാണ്. I remember when I was a small boy and in the year 8, I wanted a bicycle and only my father got that for me. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്പന്മാരാണ് നമുക്ക് തരാറ്. And such things only our father gives to us. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം അതിലേറെ നമുക്ക് തരുന്ന ദൈവമാണ്, പിതാവാണ്. But we know that a heavenly father gives more than that to us. അതുകൊണ്ട് ഇന്ന് അതിനോട് കണക്ഷൻ ആയിട്ടില്ല എങ്കിലും 2 പത്രോസ് 1:3 വാക്യം ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി വായിച്ച് നമുക്ക് ധ്യാനിക്കാം. For the short meditation from the word of God, shall we all turn to the book of 2 Peter chapter 1 and verse 3. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. As his divine power has given to us all things that pertain to the life and godliness, through the knowledge of him who called us by glory and virtue. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ദിനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, അവിടുത്തെ തുറക്കപ്പെട്ട വചനത്തിൽ ചിന്തിപ്പാൻ അടിയങ്ങൾ കൃപ നൽകി അനുഗ്രഹിക്കണം. സംസാരിപ്പാൻ അടിയനും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രിയസാനും അവിടുന്ന് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ 100, 60, 100, 30 മേനിയായി കൊയ്യുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവെ അവരുടെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങൾക്ക് തുണ നൽകണമേ.
പിതാവെ മാനവും മഹത്വം അവിടുന്ന് എടുക്കണം. ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. Amen. ഈ മൂന്നാം വാക്യത്തിൽ ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. As for his divine power has given to us in all things that pertain to the life and godliness, through the knowledge of him who has called us by glory and virtue. ഓക്കെ, ഇതിന് മുന്നോടിയായി ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുന്നവരാണല്ലേ? And before that, I would like to ask something from you. We all do travel, isn't it? എസ്പെഷ്യലി ദീർഘയാത്ര ചെയ്യുന്നവരാണ്. ഫ്ലൈറ്റിലൊക്കെ കയറി നാട്ടിലേക്കും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. We do long travels. We take flights and go to our own back to our countries. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം കാര്യം മറന്നുപോയതായിട്ട്? And has there been any instance where you remembered during the travel that you have left something important behind? ആരെങ്കിലും പാസ്പോർട്ട് മറന്നുപോയി എയർപോർട്ടിൽ പോയിട്ടുണ്ടോ? Has anyone forgot their passport and reached airport? എനിക്കറിയാം, വിസ തീർന്നു പോയി, അല്ല പാസ്പോർട്ടിൻ്റെ ഡേറ്റ് തീർന്നു പോയി, പലരും പോയത് എനിക്ക് പേഴ്സണലായിട്ട് അറിയാൻ സാധിച്ചു. I know some people personally whose passport's date was expired and then they went for travel എന്നിട്ട് അവർ തിരിച്ചു പോരേണ്ടി വന്നു. and they had to come back. എന്നാൽ നോർമലി നമ്മൾ എന്തൊക്കെ മറന്നു പോകാറ്? But normally what do we forget? ചാർജർ, ഫോൺ ചാർജ് മറന്നു പോകും. പിന്നെ ടൂത്ത് ബ്രഷ്, അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചിലപ്പോൾ പല കാര്യങ്ങളും മൊബൈലും മറന്നുപോയ വ്യക്തി എനിക്കറിയാം. I also know a person who forgot his mobile. അപ്പോൾ അങ്ങനെ എങ്ങാനും പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ ആ യാത്ര എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. If something like that happened and we had to go through this travel, what would happen? Think about it. ഇനി കുഞ്ഞിനെ മറന്നു വെച്ച് പോയത് എനിക്കറിയാം. I also know some people who forgot their own kids. ഓക്കെ, അപ്പോൾ അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായാൽ നാം എങ്ങനെയായിരിക്കും ആ യാത്രയെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ എത്രമാത്രം വിഷമതകളെ നാം നേരിടേണ്ടി വരും? If such instances happen, then how that travel would be, how sad we will be throughout the travel. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ യാത്രയിലും പലപ്പോഴും നമ്മുടെ ചിന്ത നാം ഇങ്ങനെ ദുർഘടമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുവെന്നാണ്. And in our spiritual travel as well, we have this thought in us because we are going through dire situations. നമുക്ക് ആവശ്യമായ പല കാര്യങ്ങളും നാം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ചിന്ത നമ്മെ പലപ്പോഴും ഭരിക്കാറുണ്ട്. We have this thought in our minds that we have not taken important things for this journey. ഉദാഹരണത്തിന് വിശ്വസ്തയോടെ ദൈവഭക്തിയോടുകൂടി ജീവിക്കാൻ ആവശ്യമായ കൃപ എനിക്കില്ല. For example, I do not have the enough grace to live a godly life. ചിലർ ചിന്തിക്കാറുണ്ട്, എനിക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയില്ല. Some people think that I do not have grace to forfeit നമ്മൾ temptations. ഇപ്പോൾ പാടിയ പാട്ടെന്താണ്? What song did we sing just now? പതറുകയില്ല, പ്രലോഭനങ്ങൾ അനവധി നേരിടേണ്ടി വന്നാൽ നമ്മൾ പാടിയിട്ടുണ്ട്. That whatever temptations comes to me, I would not be shattered. എന്നാൽ പലപ്പോഴും പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ നാം എന്ത് ചെയ്യും? പതറിപ്പോകാറുണ്ടോ? But whenever temptation comes, what happens? Do we shatter ourselves? പലപ്പോഴും നാം സംശയിക്കാറും പതറാറുണ്ടല്ലേ? Many times we doubt. പിന്നെ ചിലർ ചിന്തിക്കാറുണ്ട്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ജ്ഞാനം എനിക്കില്ല. Some people think that I do not have enough wisdom to take right decisions. പിന്നെ ചിലർക്ക് ഇങ്ങനെ ചിലർ ചിന്തിക്കാറുണ്ട്, എനിക്ക് സുവിശേഷം പങ്കുവയ്ക്കാനുള്ള കൃപയോ കഴിവോ അല്ലെങ്കിൽ ധൈര്യമോ ഇല്ല എന്ന് ചിന്തിക്കാറുണ്ട്. And some people think that I do not have the ability or do not have the courage to share gospel. ഇങ്ങനെ പലവിധമായ ആശങ്കകളോടെയാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം പലപ്പോഴും നയിക്കുക. And in this way we lead our Christian journey with such doubts. എന്നാൽ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. But the scripture that we read, it is written like this. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. That he has given his divine power to us for life and godliness. നമ്മുടെ ജീവനും അതുപോലെ തന്നെ ഭക്തിക്കും വേണ്ട സകലതും ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. The Lord has given to us whatever we need for our life and for godliness. അപ്പോൾ ഇതിനെ ആധാരമാക്കി 4 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And in connection to this, I would like to share 4 things. ഒന്ന്, the source of our sufficiency. First, the source of our sufficiency. നമ്മുടെ ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ സമ്പൂർണ്ണതയുടെ ഉറവിടം എന്താണ്? What is the source of our sufficiency?
ദൈവം ആക്ച്വലി അതിൻ്റെ മോള് തൊട്ടൊന്ന് ഞാനൊന്ന് വായിക്കാം. 1 തൊട്ട്. യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. Verse 1, Simon Peter, a bondservant and apostle of Lord Jesus Christ, to those who have obtained this precious faith with us by the righteousness of our God Savior Jesus Christ. ദൈവത്തിൻ്റെ 2-ാം വാക്യം, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. Verse 2, grace and peace be multiplied to you in the knowledge of God and of our Lord Jesus Christ. 3 നമ്മൾ വായിച്ചാണ്. 4 അതുകൊണ്ട് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Third, we have read verse 4, by which we have given to us exceedingly great and precious promises, that through these you may be partakers of the divine nature, having escaped the corruptions that is in the world through lust. പത്രോസ് അപ്പോസ്തലൻ ഇത് എഴുതിയിരിക്കുന്നത് അവിടെ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. And here Apostle Paul is saying to those who have obtained like precious faith with us by the righteousness of our Lord and Savior Jesus Christ. വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. And this is written to the people who have received this precious faith. പത്രോസ് അപ്പോസ്തലൻ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ. And Apostle Peter said, as we have obtained. അതൊരു വിലയേറിയ വിശ്വാസമായിരുന്നു. അതായത് പത്രോസ് അപ്പോസ്തലനും ശേഷം അപ്പോസ്തലന്മാർക്കും ദൈവം കൊടുത്ത അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. And Apostle Peter is saying that what he has received and the other apostles, this great faith, what they have received, we have also received the same. നാം പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ വളരെ ചെറുതായിട്ടാണ് കാണാറ്. Many times we feel that our faith is small. വിശ്വാസം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവത്തിന്റെ ദാനമാണ്. And this is the biggest gift of God that we have received this faith. അനേകർക്കും ഇത് ലഭിച്ചിട്ടില്ല. Many people have not received this. ദൈവം ഈ വിശ്വാസം അനേകർക്കും കൊടുത്തിട്ടില്ല. The Lord has not given this faith to many. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിലയേറിയതാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. And that is why we should remember that this is precious. നാം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. അതുകൊണ്ട് We should hold fast our faith. അഭിമാനത്തോടു കൂടി നാം കരുതുന്ന നാം വിശ്വാസികളാണെന്ന്. We should be proud that we are believers. കാരണം അത് തന്നിരിക്കുന്ന ദൈവം ഏറ്റവും തനിക്ക് വിലയേറിയതാണ് നമുക്ക് തന്നിരിക്കുന്നത്. Because what God has given to us, it is precious to him. അത് പിന്നെ പറയുകയാണ്, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. And then he says, grace and peace to be multiplied to you in the knowledge of God and of Jesus our Lord. നമ്മൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് ദൈവത്തെക്കുറിച്ചും അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുമുള്ള പരിജ്ഞാനം നമ്മിൽ കൂടുതൽ ഉണ്ടായാലും മതി. If you want grace and peace be multiplied into your life, there should only be one thing that we should do, is to have the knowledge of God and Lord our അത് Jesus. മാത്രമേ നമുക്ക് അതിനായിട്ടുള്ള പോംവഴിയായിട്ടുള്ളൂ. And this is the only way to get this in life. എന്നിട്ട് പറയുകയാണ്, ദൈവം തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. And then he says that through his divine power he has given to us that pertain to life and godliness. Through his knowledge he has called us to his glory and virtue. എന്ന് വെച്ചാൽ നമുക്ക് വിലയേറിയ വിശ്വാസം നൽകിയ ആ ദൈവം തന്നെയാണ് നമുക്ക് സകലവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനം ചെയ്തിരിക്കുന്നത്. Which means that the God who has given us this precious faith has also given us everything for our life and godliness. നമുക്ക് ജീവിക്കാനും അതായത് നമ്മുടെ നോർമൽ ഡെയിലി ലൈഫിനും ജീവിക്കാൻ വേണ്ടിയതും അതുപോലെ തന്നെ ആത്മീയ ജീവിതം കഴിപ്പാനും വേണ്ട സകലതും ദൈവം നൽകിയിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. Here it is written that whatever we need for us physical life and also for our spiritual life, God has given everything to us. നമ്മുടെ ആവശ്യങ്ങളുടെ എല്ലാം ഉറവിടം അതുകൊണ്ട് ഈ ദൈവമാണ്. All the source of whatever we need, this God is the source. നമുക്ക് വിലയേറിയ വിശ്വാസം നൽകിയ ദൈവം, God who has given us this precious faith. ആ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, അവനെ എല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം വിളിച്ചു ചേർത്ത ദൈവമാണ്. About this God we know that he has created everything out of nothing. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച മഹാദൈവമാണ്. He is the one who has created the sky and the earth. ഈ സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. He is the one who holds the whole universe into his hands. ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും സർവശക്തനായ വ്യക്തിത്വമാണ്. He is the one who is the most powerful in this universe. ഏറ്റവും ജ്ഞാനിയായ ദൈവമാണ് നമ്മുടെ ദൈവം. The most knowledgeable God is our God. അതുപോലെ തന്നെ omnipresent
സർവ്വശക്തനായിരിക്കുന്ന ദൈവമാണ്. And not only that, he is also an omnipresent God. മഹാദയയും മഹാകരുണയും ദയയുമുള്ള ദൈവമാണ് നമ്മുടെ He ദൈവം. is a God of great mercy and great grace. അവന്റെ ഉറവിടത്തിന് അല്ലെങ്കിൽ അവന്റെ സോഴ്സിന് അന്തമേ ഇല്ല. The source that comes through him has no ending. അതുകൊണ്ട് ഈ ദൈവമാണ് നമുക്ക് സകലവും തന്നിരിക്കുന്നത്. And this God has given us everything. അത് അവൻ അവിടെ ഇരിക്കുന്ന ബൈ ഹിസ് ഡിവൈൻ പവർ എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാൻ കഴിയും. Here when we read English, the word says by his divine power. ആ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മഹത്തായ അവന്റെ ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവശക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. Here we were meditating upon the great and divine power of God. അതുകൊണ്ട് അവൻ തരുമ്പോൾ നമുക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. So when he gives, we will lack nothing. അവനിൽ ഒന്നും തന്നെ കുറവില്ല. Because he has nothing lacking in him. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു സമ്പന്നനായ പിതാവിന്റെ മക്കളാണെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകുകയില്ല. And as I said before, if we are the children of a rich father, we will lack nothing. ആ സ്വർഗീയ സ്നേഹമുള്ള പിതാവ് നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം തന്ന് നമ്മെ വളർത്തുന്ന പിതാക്കന്മാരാണ് നമുക്കുള്ളത്. That loving father is the father who has given us everything for our life. അതുകൊണ്ട് നമ്മുടെ സ്വർഗീയ പിതാവ് ആ പിതാവിന് ഒന്നിനും കുറവില്ല. And therefore the heavenly father is lacking nothing in him. ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ പിതാവാണ് നമ്മുടെ ദൈവം. Our God is the father who is the most richest father. അവനിൽ ഒന്നിനും കുറവില്ല. There is nothing lacking in അവൻ him. തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ ഒരിക്കലും മടി കാണിക്കുന്ന ദൈവമല്ല. And he is a God who never shows laziness to give to his kids. എന്നാൽ സമൃദ്ധമായി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്നത് പിതാവാണ് നമ്മുടെ ദൈവം. But our God is a father who wants to give us more. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമുക്ക് ജീവിക്കാനും നമ്മുടെ ഭൗതിക ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും ആവശ്യമായ എല്ലാം ഈ ദൈവം തന്നിട്ടുണ്ട്. So let us understand this, that the Lord has given us everything for our spiritual and our worldly life. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നമ്മുടെ വിൽ പവർ കൊണ്ടാണ് അല്ലെങ്കിൽ സ്വന്തം പവർ കൊണ്ടാണ് നാം ജീവിക്കുന്നതെന്നാണ്. Many times we feel that because of our own power we live our life. എന്നാൽ അങ്ങനെയല്ല, ദൈവം ഓൾറെഡി തന്നിട്ടുള്ളതുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. But it is not so. Because God has given us, that is why we are living. നമ്മൾ ആദ്യം ഈ ചെറിയ കൂട്ടായ്മ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളിൽ സോമിച്ച് എന്താ പറയുക ആവശ്യങ്ങളും വരികളും ഒക്കെ ഉണ്ടായിരുന്നു. When we started this small gathering, we had so much of worries and concerns within us. എന്നാൽ നമുക്ക് പിന്നീട് മനസ്സിലായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലായി ദൈവം എല്ലാം നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. But as slowly we progress, and now we have realized that the God has given everything to എല്ലാ us. ആവശ്യങ്ങൾക്കും മതിയായവനായ പിതാവാണ് നമ്മുടെ സ്വർഗീയ The പിതാവ്. Lord who is sufficient to all our needs. പലപ്പോഴും നാം അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല, എല്ലാം അവിടെ തക്ക സമയത്ത് നൽകാം. Many times we do not even have to ask, and before that He provides us. എന്നാൽ ഈ കാര്യം നാം നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. But this thing we have to understand in our hearts and live according to it. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഇവിടെ ലൈറ്റ് ലാമ്പുകൾ ഉണ്ട്. For an example, there are lamp and lights here. എന്നാൽ നമ്മൾ സ്വിച്ച് ഇട്ടപ്പോഴാണ് അത് കത്തിയത്. But when we have switched it on, that is the time the light was on. അപ്പോഴാണ് അതിലേക്ക് ഇലക്ട്രിസിറ്റി പോയത്. And that is the time when the electricity ran through ആ it. സ്വിച്ച് ഇട്ടപ്പോഴാണ് ഇലക്ട്രിസിറ്റിയുമായി ലാമ്പ് കണക്റ്റഡ് ആയത്. And when we switched it on, the lamp and the electricity was connected. അപ്പോൾ അത് പ്രകാശം നമുക്ക് നൽകി. And then we have received the The light. same way നാം ആകുന്ന ഈ ലാമ്പുകൾ അത് ദൈവവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. In the same way, the lamp that we are, we have to be connected with God. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സോഴ്സ് റെഡിയാണ്. The electricity or the source is always ready. നാം റെഡി ആയാൽ മാത്രം മതി. Only we have to be ready for it. നമുക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ സ്ഥാപിച്ചാൽ മാത്രം മതി നമുക്ക് ഇനോർമസ് ആയിരിക്കുന്ന സോഴ്സസ് അല്ലെങ്കിൽ സപ്ലൈ നമുക്ക് ഫ്ലോ ചെയ്യാൻ We only have to form the connection with the God, and then He will be able to supply enormous for us. അപ്പോൾ അതുകൊണ്ട് നാം ഇങ്ങനെ വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക. അതായത് ദൈവത്തിൽ നിന്നാണ് സകലതും ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി നാം മുമ്പോട്ട് ജീവിക്കുക. So in our day-to-day life, let us understand that everything that we receive is from God and live our lives according to it. പൗലോസ് പോലെ നമുക്കും പറയാൻ സാധിക്കണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാം സാധിക്കും. And as Apostle Paul says that I live through the one who gives me the strength. രണ്ടാമത്തെ കാര്യം, Secondly, the scope of his provision. the scope of His provision. അതായത് ഈ നൽകുന്നതിൻ്റെ വ്യാപ്തത അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നതിൻ്റെ വ്യാപ്തത എത്രമാത്രമാണ്. What is the scope of the provision that God gives to us? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കട്ടെ. I will read this verse once again. മലയാളത്തിലെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. As His divine power, He has given to us all things for to pertain of life and godliness. എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. He has given us everything. ചിലത് മാത്രമല്ല, Not just some things. നമുക്ക് ആവശ്യമായതല്ല. He has given us whatever we need. അനുദിന ജീവിതത്തിന് ആവശ്യമായ എല്ലാം നൽകിയിട്ടുണ്ട്. He has given us everything for our day-to-day life. നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
ദൈവം എല്ലാം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. For our life, even though we believe Him or not, God has already provided to us. ഞാനിങ്ങനെ ചിന്തിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to ask this way. നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇല്ലാതെ നാം ഇതുവരെ കുഴങ്ങിപ്പോയിട്ടുണ്ടോ? Have we fallen trapped in a thing in our life that the Lord hasn't provided ഇവിടെ to us? ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എനിക്ക് അതില്ലാത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാൻ പറ്റുമോ? Can anyone sitting here can say that because I did not had this in my life, that is why this happened with me? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? Can anyone say here? നമുക്ക് ആർക്കും പറയാൻ സാധിക്കുകയില്ല. No one can say. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസക്കുറവ് കൊണ്ട് അത് ലഭിക്കുന്നവരെ നാം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. At times, because of our lack of faith, we might have waited for that thing. നാം വറിയായി ജീവിച്ചിട്ടുണ്ട്. We would have worried and lived our life. നാം ചിന്തിച്ചു പോയിട്ടുണ്ടായിരിക്കാം, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ നടക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. We might have thought, God, why it is not happening with me? Why it is happening? എന്നാൽ തക്ക സമയത്ത് നിങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടില്ലേ? But haven't you all received in due time what you needed? തിരിഞ്ഞു നോക്കുമ്പോൾ If you look back, ജീവിക്കാൻ അല്ലെങ്കിൽ പാർക്കാൻ നിങ്ങൾക്ക് നമുക്ക് ഭവനം നൽകിയില്ലേ? He has given us house so that we can live in it. ചിലർക്കൊക്കെ വിസ തക്ക സമയത്താണ് അടിച്ചു കിട്ടിയത്. Some people have received visa on the same day. ചിലർക്കൊക്കെ കോളേജിൽ അഡ്മിഷൻ ചേരുന്നതിന് ഒരു ദിവസം മുമ്പാണ് കിട്ടിയത്. Some people have got admission in the college just a day before. ചിലർക്ക് ജോലി എല്ലാം തീരുന്നതിന് മുമ്പേ അവസാനിച്ചു എന്ന് കരുതുന്നതിന് തൊട്ട് മുമ്പ് ജോലി ലഭിച്ചവരുണ്ട്. Some people have received their jobs just before everything was being finished. അങ്ങനെ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി ഇങ്ങനെ അതിശയിച്ചു പോകും. But in the everything that you looked upon, you look back, you will be surprised. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിന് വയസ്സിൻ്റെ ലിമിറ്റ് കഴിയുന്നതിന് അർദ്ധരാത്രിക്കാണ് വിസ ലഭിച്ചത്. If we talk about us, we got the visa on that midnight before our visa was finishing. ആ 12 മണിക്ക് മുമ്പ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു. അതിന് മുമ്പ് 12 മണിക്കോ 3 മണിക്കോ വൈകിട്ടും കണ്ടാണ് അപ്ലൈ ചെയ്ത് അതിന് മുമ്പ് ആ വിസ ലഭിച്ചു. Which means the next day the visa was finishing and we applied application for visa. the application for visa and we applied on the midday before that. അന്ന് രാത്രി 12 മണി കഴിഞ്ഞായിരുന്നെങ്കിൽ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. If that day the 12 o'clock would have passed by midnight, we would not be able to apply for that visa. പോയിന്റ് കുറഞ്ഞു പോകുമായിരുന്നു. And the point would have reduced because of that. അത് അപ്ലൈ ചെയ്യാൻ ഇവിടുന്ന് വിക്ടോറിയയിൽ നിന്ന് എന്താ പറയുക ഗവൺമെന്റ് സ്പോൺസേഡ് ഇതുണ്ടല്ലോ ഇൻവിറ്റേഷൻ അന്ന് 3 മണിക്കാണ് കിട്ടിയത്. And that day at night 3 o'clock we received the at evening 3 o'clock we received the invitation from Victorian government to apply for the visa. 12 മണിക്ക് എലിജിബിലിറ്റി കഴിയും. And that day 12 o'clock the eligibility will finish. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ദൈവം തന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. And we were able to believe that the Lord had given us just before that. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ദൈവം നമ്മുടെ പിതാവ് ഒരുക്കി വെച്ചിരുന്നു. The reason I said this because when you look behind and see, you would see that the Lord has given us everything that we needed for our life. നാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിക്കും എങ്ങനെ അതിനെ അതിജീവിച്ചു എന്ന്. When we go through problems, when we look back and see, we would understand how had we able to tackle them all. അതിനും ദൈവം കൃപ നൽകി അനുഗ്രഹിച്ചു. For that also the Lord gave us the grace. ദൈവം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഭക്തിക്ക് ആവശ്യമായി നൽകിയിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. And here the scripture also reminds us that not only that, he has also given us for our godliness. വിശുദ്ധിക്കും അതുപോലെ ക്രിസ്തുവിൽ വളരുവാനും ആവശ്യമായ എല്ലാം നമുക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. For our holiness and for that we can live in Christ, he has given everything for that. സങ്കീർത്തനം 119:105 ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. Psalms 119 verse 105 says that your word is a lamp unto my feet and a light to my path. ദൈവം തന്റെ വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. The Lord has given us his word for the blessing of our spiritual life. എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ദൈവം നമുക്ക് വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നെ വചനത്തിലൂടെ നൽകിയിട്ടുണ്ട്. How we should live, where we should walk, the Lord through his word has given us enough guidance. നമുക്ക് ആത്മീയ ജീവിതത്തിന് ശക്തി ലഭിക്കാനായി ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. So that we may receive power in our spiritual life, the Lord has given us his spirit within us. അപ്പോസ്തലപ്രവൃത്തി 1:8 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്,
ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ ലോകമൊക്കെയും പോയി എൻ്റെ ശിഷ്യന്മാരാകും. Acts chapter 1 and verse 8 says that when you'll receive the power of the Holy Spirit, you will go upon to the earth and make people my disciples. അതിനുള്ള ശക്തിക്കായി ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. And to give power for that, the Lord has given us the Spirit, His Spirit within us. ഇനി ആത്മീയ ജീവിതത്തിലെ കൂട്ടായ്മയ്ക്കായി ദൈവം തന്റെ സഭയെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. And for our spiritual fellowship, the Lord has given us His church. നമ്മെ ധൈര്യപ്പെടുത്താനും ആത്മീയം ബലപ്പെടുത്തുവാനും കൂട്ടായ്മയ്ക്കും ഒക്കെയായിട്ട് ദൈവം തന്റെ സഭയെ നൽകിയിട്ട് കൂട്ടായ്മ നമുക്ക് നൽകിയിട്ടുണ്ട്. To encourage us, to give us courage for us fellowship, the Lord has given spiritual church to us. നമുക്ക് എത്രയോ സഹോദരി സഹോദരന്മാരെ ദൈവം നൽകി. The Lord has given so many brothers and sisters to us and blessed us. മാതാവിനും പിതാക്കന്മാർക്ക് തുല്യരായ എത്രയോ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. The Lord has given so many dear ones to us who are as equivalent to that of our parents. അങ്ങനെ ദൈവം നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിനും ആവശ്യമായ എല്ലാം നൽകി അനുഗ്രഹിച്ചു. And that is how the Lord has given us everything for our spiritual life. നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മളെ ഒരു ബാറ്റിൽ ഫീൽഡിലേക്കാണ് അയച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. When we read the book of Ephesians, we read there that the Lord has sent us into a battlefield. എന്നാൽ ഒരു യുദ്ധത്തിലും ഒരു സേനാനായകനും അല്ലെങ്കിൽ ഒരു കമാൻഡറും തന്റെ സോൾജേഴ്സിനെ വിത്തൗട്ട് വെപ്പൺ അല്ലെങ്കിൽ വിത്തൗട്ട് ആർമർ അയക്കാറില്ല. But no commander would send their soldier in a battlefield without the armor. സോൾജേഴ്സ് അല്ലെങ്കിൽ ഭടന്മാർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ യുദ്ധോപകരണങ്ങളും അതുപോലെ തന്നെ പരിശീലനവും നൽകിയിട്ടാണ് അവരെ അയക്കാറ്. Before a soldier go into the battlefield, every type of discipleship that they have to receive and armor is given to them before they walk. നമ്മുടെ ദൈവവും അങ്ങനെ തന്നെയാണ്. And our Lord is the same. നമ്മളെ അയക്കുന്നതിന് മുമ്പ് ദൈവം തനിക്ക് നമുക്ക് ആവശ്യമായ എല്ലാം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. Before sending us into this field, the Lord has given us everything. ദൈവം നമുക്ക് ആവശ്യമായ എല്ലാ യുദ്ധോപകരണങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് നേരിടുവാനുള്ള ദൈവം തന്റെ ശക്തിയെ അല്ലെങ്കിൽ ആത്മാവിനെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. So that we can battle with the world, the Lord has given us the armor, His Holy Spirit. ദൈവത്തിന്റെ വചനം പറയുന്നു, അതായത് നാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്ന് ഓർത്ത് അറിയാണ്ട ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വചനം നൽകും. God has said that when you stand in front of the kings or in front of the authorities, do not worry what you would say, because in the due time the Lord will give you the Spirit to tell to them what you have to say. ദൈവം നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. The Lord has given us everything and has blessed us. ജീവിതത്തിലെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഓൾ ട്രെയിനിങ്, അതിനാവശ്യമായ എല്ലാ പരിശീലനവും നമുക്ക് ദൈവം നൽകുന്നുണ്ട്. All the training that we need for our day-to-day life, the Lord is giving us. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം സംശയാലുക്കളായി മാറുവാറാണ്. But many times in our lives we do doubt. നമുക്ക് തോന്നുന്നത് നമുക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, യാതൊരുവിധ ഉപകരണങ്ങളും ഇല്ലാതെ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് പോകുന്ന സോൾജേഴ്സിനെ പോലെയാണ് നാം പലപ്പോഴും ചിന്തിക്കാറ്. We many times think that we do not have everything. We think that we are like the soldiers who go to the battlefield without any armor. ഇന്ന് ആരോ സംസാരിച്ചപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ കേട്ടു, അതായത് വി ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ് എന്നല്ലേ. അതായത് നാം പലപ്പോഴും ചിന്തിക്കാറ് നാം ദരിദ്രരാണ്, ആത്മീയ ദരിദ്രരാണെന്നാണ് ചിന്തിക്കാറ്. പക്ഷേ we are so rich in Christ. Many times as we were meditating this morning, someone said that we are rich in Christ. We feel that we are poor, but we are rich in Christ. ദൈവം ക്രിസ്തുയേശുവിലൂടെ നമുക്ക് സകലവും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. Lord through Jesus Christ has given us everything, blessed us in everything. 4ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. Verse 4, first part, by which he has given to us exceedingly great and precious promises. ദൈവം അനേക വാഗ്ദത്തങ്ങളും നമുക്ക് നൽകി. God has given us many promises. അവിടുത്തെ വാഗ്ദത്തങ്ങളൊന്നും ഒരിക്കലും പാഴായി പോകുകയില്ല. And his promises will never go in vain. കാരണം ദൈവം ഒരിക്കലും ഫോഷ്ക്ക് പറയുന്ന ദൈവം. Because the Lord would never lie. മൂന്നാമത്തെ കാര്യം, the thirdly, the channel of provision. The channel of provision. അവിടെ നമുക്ക് കാണാൻ കഴിയും, through the knowledge of him who called us. And the channel is through the knowledge of him who called us. ദൈവം നമുക്ക് ഇത് നൽകുന്ന മാർഗ്ഗമാണ് നമുക്ക്, അല്ലെങ്കിൽ ചാനലാണ് നമുക്ക് കാണാൻ കഴിയുക. We see here that the Lord has given us a channel. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. Through the knowledge of him who called us by glory and virtue. ഇത് നമ്മിലേക്ക് ഒഴുകുന്നത് നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. And this channel flows through us through the knowledge of him who has called us. ഈ പരിജ്ഞാനം എന്താണ്? What is this knowledge? ബൈബിൾ മുഴുവൻ കാണാപ്പാഠം പഠിക്കുന്നതാണോ? Is this learning the whole Bible by heart? അപ്പോൾ പിന്നെ എന്താണ് ഈ പരിജ്ഞാനം? Then what is this knowledge? അവർക്ക് പറഞ്ഞു കറക്റ്റാ.
പേഴ്സണൽ റിലേഷൻഷിപ്പ്. Personal relationship. അതാണ് എൻ്റെ കറക്റ്റായ നിർവചനം. And this is the correct എന്ന് definition of വെച്ച് it. കഴിഞ്ഞാൽ ദൈവത്തെ അല്ലെങ്കിൽ കർത്താവിനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ എത്തുന്നതിനുള്ള നോളജ്, അറിവ്. Which is the knowledge of being in a personal relationship with God. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മേക്ക് ഷുവർ ചെയ്യണം, നാം കർത്താവുമായി ഏറ്റവും നന്നായി ചേർന്ന് പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം. So in our life, we should make sure that we go close to God and live our life closely with Him. പലപ്പോഴും നാം അങ്ങനെയല്ല. Many times we are not നാം like this. ലോകവുമായിട്ട് കൂട്ടിച്ചേർന്ന് പോകുന്നവരാണ്. We want to go and join with the world. അതായത് ഈ എന്താ പറയുക, മറ്റ് ബ്രാഞ്ചുകളിൽ മറ്റു മരങ്ങളിലേക്ക് പടരാൻ ശ്രമിക്കുന്നവരാണ്. We want to spread to the other branches, other trees. എന്നാൽ നാം കർത്താവാകുന്ന ആ മരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ഫലം കായ്പാൻ കഴിയുകയുള്ളൂ. But if we join with the tree which is Christ, then only we would be able to bear fruit which is pleasing to the Lord. നാം ചിന്തിച്ചു നോക്കുക, നാം എത്രമാത്രം കർത്താവാകുന്ന മരത്തിലാണ് അല്ലെങ്കിൽ മരത്തിലാണ് നാം ചേർന്ന് നിൽക്കുന്നത് ചിന്തിച്ചു. Let us think about it. How much do we join closely and live with the tree who is Christ Jesus? നാലാമത്തെ കാര്യം, Fourthly, the goal of our calling. the God of our calling. നമ്മെ അല്ലെങ്കിൽ നമുക്ക് വിലയേറിയ വിശ്വാസം നൽകിയത് എന്തിനാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ മഹത്തായ ദാനങ്ങളൊക്കെ ദൈവം എന്തിനു നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. Why God has given us this precious faith and why He has given us everything for our life and godliness. To His glory and excellence എന്നാണ് നമ്മളോട് For വായിക്കുന്നത്. His glory and for His excellence. അതുപോലെ നാലാമത്തെ വചനത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. Verse 4, second part, that through these you may be partakers of the divine nature, having escaped the corruption that is in the world through lust. നമുക്ക് ദൈവം ഇതെല്ലാം നൽകുന്നതിന്റെ ലക്ഷ്യം നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. The aim of Lord giving all of these things to us so that we can be partakers of His divine nature. അങ്ങനെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. And in that way the name of the Lord will be glorified. അവൻ പുകഴ്ത്തപ്പെടും. He will be glorified. അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ നാം നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നാം എങ്ങനെയുള്ളവരായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്കുക. When we look back, think about how we were before being saved. നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നീടുണ്ടായ സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. And think about how we were changed, the changes in our attributes when we were saved. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, How we were before being saved. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. I do not know how you were, but I can tell about myself. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതവും എൻ്റെ സ്വഭാവവും എല്ലാം വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. After I was saved, my behavior, my life was completely changed. അതിന് കാരണം ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്. The reason was the Lord saved me. അതിനുശേഷം ദൈവം എനിക്ക് ആവശ്യമായ എല്ലാം നൽകി അനുഗ്രഹിച്ചു, ആത്മീയ ജീവിതത്തിനും അതുപോലെ തന്നെ സ്വാഭാവിക ജീവിതത്തിനും. And after that the Lord blessed me with everything that I needed in my life and for my spiritual godliness. അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. And from that day onwards I saw that the graph of my life was constantly going up. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ ദാനങ്ങളെല്ലാം നൽകിയത്. The Lord has given us all of these gifts so that we can be partakers of His divine nature. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ദൈവമായി അല്ലെങ്കിൽ ദൈവം പോലെയായി മാറുന്നല്ല, which does not mean that we will become like God. ഒരിക്കലും ഒരു മിററിന് അല്ലെങ്കിൽ ഒരു കണ്ണാടിക്ക് ലൈറ്റ് പ്രതിബിംബിക്കാൻ കഴിയില്ല, ലൈറ്റ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. A mirror cannot bring forth light through itself. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. It cannot produce light. എന്നാൽ ഒരു ലൈറ്റ് മുമ്പിലുണ്ടെങ്കിൽ അതിനെ പ്രതിബിംബിക്കാൻ റിഫ്ലക്ട് ചെയ്യുവാൻ ആ കണ്ണാടിക്ക് കഴിയും. But if there is a light in front of a mirror, the mirror can reflect the light. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ നമ്മൾക്ക് കഴിയും. In the same way we can reflect the divine nature of our God. അപ്പോൾ തന്നെ നാം ചിന്തിക്കണം, ഒരു മിററിന് മുമ്പിൽ എപ്പോഴും എന്ത് വേണം? So we should understand what should be there in front of the mirror always to reflect this. ഒരു ലൈറ്റ് വേണം. A light should be there. ആ ലൈറ്റ് നമ്മുടെ ദൈവം തന്നെയാണ്. And that light is our Lord Himself. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ലൈറ്റ്. Our Lord Jesus Christ Himself is the light. നാം പ്രതിബിംബിക്കുന്നവരായി മാറണം. We should be reflectors. പലപ്പോഴും എന്താ സംഭവിക്കാറ്? Many times what happens? നിങ്ങൾ മാറാലൊക്കെ പിടിച്ചെടുക്കുന്ന കണ്ണാടി കണ്ടിട്ടുണ്ടോ? We have seen. ഈ വെബ് Have you seen a mirror full of webcoms?
കണ്ടിട്ടുണ്ടോ ഈ ഏതെങ്കിലും പഴയ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലീൻ ഒന്നും ചെയ്യാതെ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ മാറാലൊക്കെ പിടിച്ച് കിടക്കുന്ന കണ്ണാടി കാണും. Yeah, if you go to a toilet which is not clean for ages, the mirror would be there with a lot of spider webs and web combs. ആ കണ്ണാടി എങ്ങനെയായിരിക്കും ലൈറ്റ് പ്രതിബിംബിക്കുക അല്ലെങ്കിൽ നമ്മെ കാണിച്ചു തരിക? How would that mirror then reflect light? നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായി അത് കാണാൻ കഴിയും. We won't be able to see through it clearly. പക്ഷെ നാം എന്ത് ചെയ്യാറുണ്ട് പലപ്പോഴും? But what do we do then? ക്ലീൻ ചെയ്യും അല്ലേ? We clean the mirror. പലപ്പോഴും നാം ലോങ് ഹോളിഡേക്കൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് കണ്ണാടിയൊക്കെ എന്ത് ചെയ്യും? ഒന്ന് തുടയ്ക്കും. After coming back from a long holiday, we come back home and we clean our mirrors. അല്ലെങ്കിൽ മിററൊക്കെ എന്തായിരിക്കും? ഫോഗിയും അതുപോലെ തന്നെ വെബ് കോമ്പും അതുപോലെ തന്നെ പൊടിയൊക്കെ പിടിച്ചായിരിക്കും. നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രോപ്പറായിട്ട് കാണാൻ കഴിയത്തില്ല. When there is web or dust on the mirror, we won't be able to see ourselves properly. അപ്പോൾ നമ്മുടെ ജീവമാകുന്ന കണ്ണാടി അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെയാണ് പ്രതിബിംബിക്കുന്നത്, നമ്മുടെ കർത്താവിനെയാണ് പ്രതിബിംബിക്കേണ്ടത്. So the life of ours, which is a mirror, through that we have to reflect Christ Jesus. പലപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ കഴിയാത്തതിന് കാരണം എന്താണെന്ന് അറിയോ? Many times we are unable to reflect properly. Do you know the reason? ഈ ലോക ജീവിതത്തിന്റെ മാറാലകളെല്ലാം പിടിച്ചു കിടക്കുന്നതുകൊണ്ടാണ്. Because the worldly web combs is around this mirror. അതൊന്ന് തുടച്ച് മിനുക്കി കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമായി നമുക്ക് പ്രകാശം കൊടുക്കുവാൻ പ്രതിബിംബിക്കാൻ കഴിയൂ. Only when we clean it up, then only we would be able to reflect properly. പലപ്പോഴും നാം അതിനെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാറില്ല. Many times we do not try to clean this mirror. നാം പലപ്പോഴും എന്താ ചെയ്യാറ്? What do we do? കണ്ണാടി നോക്കിയിട്ട് എന്ത് ചെയ്യും? We see the mirror. അവിടെ ഒരു പൊടിയുണ്ടല്ലോ, പക്ഷെ നാം ഇവിടെ നോക്കുമ്പോൾ എന്താണ്? പൊടിയൊന്നുമില്ല. പക്ഷെ പൊടി എവിടെയായിരുന്നു? ആക്ച്വലി കണ്ണാടിയിലായിരുന്നു. ആ ബ്ലാക്ക് മാർക്ക് കണ്ണാടിയിലായിരുന്നു, മുഖത്തല്ലായിരുന്നു. We may see that there was a black mark when we see our faces in the mirror. We think that it is on the face, but actually this black spot was on the mirror. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവം കാരണമല്ല, മറിച്ച് നാം ആകുന്ന കണ്ണാടിയിലെ ബ്ലാക്ക് മാർക്കുകളാണ്. Many times the problem that arises in our spiritual life, it is not because of God but because of our own selves. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം നേരെയാക്കാൻ ശ്രമിക്കുക. Therefore let us try to straighten our lives. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ നാം ഇടവരണം. Let us try to be partakers of his divine nature. ദൈവത്തിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. Be partakers of the divine nature of God. അങ്ങനെ ദൈവം നമ്മെ ദൈവസന്നിധിയിൽ നിലനിർത്തുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് തീരുവാനിട വരും. And that is how if we live our life, then the Lord would be able to utilize us for the glory of his name. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. I would like to conclude here. 4 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. We have meditated upon 4 things. ഒന്ന്, the source of our sufficiency. The first, the source of our sufficiency. അത് നമ്മുടെ ദൈവം തന്നെയാണെന്നുള്ള കാര്യം നാം കണ്ടു. And we have learned that that sufficiency is God himself. രണ്ടാമത്തെ കാര്യം, scope of his provision. The secondly, the scope of his provision. അത് നമ്മുടെ ജീവിതത്തിനും ആത്മീയ ജീവിതത്തിനും ആവശ്യമായ എല്ലാം ദൈവം നൽകുന്നുണ്ട്, ഒന്നിനും കുറവില്ല. Where we learned about that Lord has blessed us with everything that we need for our day-to-day life and our godliness. മൂന്നാമത്തെ കാര്യം ഉണ്ട്, the channel of that provision. And thirdly, we learned about the channel of that provision. That is കർത്താവിനെ കുറിച്ച് ഉള്ള പരിജ്ഞാനത്തിൽ വളരുക, അഥവാ അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരുക എന്നുള്ളതാണ്. And that is grow in the knowledge of God or grow in the relationship with him. ഒന്ന് ചിന്തിച്ച് അതിൻ്റെ ഒരു വാക്കിന് പറഞ്ഞു നിർത്താം. And I would like to add one more thing. ഈ നമ്മൾ നല്ല റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാം ലഭിക്കുകയുള്ളൂ അല്ലേ? If we are in a good relationship, then only we will be able to achieve out of that relationship. ഭാര്യ ഭർത്താക്കന്മാരായാലും മക്കളും അപ്പനും അമ്മയായാലും ആരൊക്കെ ആയാലും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കണമെങ്കിൽ അവരുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. In this relationship, we could be anything, a relationship between husband and wife, parents and children. But if you want to gain more from that relationship, this relationship should be good enough. അതുപോലെ തന്നെ കർത്താവുമായി നാം നല്ല റിലേഷൻഷിപ്പ് എന്ന ആ പരിജ്ഞാനത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ പൂർണ്ണമായി എല്ലാം ലഭിക്കുകയുള്ളൂ. So in the same way, if we are in a good relationship with God, then only we would be able to extract everything out of this relationship. അവസാനമായി നാം കണ്ടത്, And in the end, we learned the goal of that provision അല്ലെങ്കിൽ സപ്ലൈ, the goal of that supply. അതായത് എന്തിനു വേണ്ടിയാണ് ദൈവം ഇതെല്ലാം നൽകുക? Why the Lord has given us all of these things. ഒന്ന്, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട്. First, for the glory of his name and for his excellence. രണ്ടാമത്തെ കാര്യം, നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ആവശ്യമാണ് ഈ കാര്യങ്ങളെല്ലാം. And second reason, that these things are important so that we can be the partakers of his divine nature. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാം ഒന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നാം തിരിച്ചറിയണം, നമുക്ക് ദൈവം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. So dear brothers and sisters, let us remember this, that the Lord has not given anything
that is lagging in our lives. പലപ്പോഴും നാം ബലഹീനരാണെന്ന് തോന്നാം, Many times we may feel we are weak, എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ് ഏറ്റവും ശക്തനാണ്. but our Heavenly Father is the strongest. നാം വിലയില്ലാത്തവരാണെന്ന് നമുക്ക് തോന്നാം, Many times we may feel that we are worthless, എന്നാൽ നാം വായിച്ചു കേട്ട അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ് നാം. but as we have read that we have received a precious faith. ദൈവത്തിന് നാം വിലയേറിയവരാണ്. We are precious in the sight of the Lord. നാം ദൈവമക്കളാണ്. We are the children of God. നമ്മെ വിളിച്ചവൻ ഈ ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ദൈവമാണ്. The Lord who has called us, He is the most knowledgeable God, ആ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റിയില്ല. and He can never do wrong. അവൻ ഒരിക്കലും നമ്മളെ കൈവടിയില്ല. He will never leave our hands. അവൻ നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. He is the God who always watches നമ്മെ over us. എപ്പോഴും കരുതുവാൻ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ്. He always takes care of us. He loves us to that അവന്റെ extent. ചിറകിൻ കീഴിൽ നാം എപ്പോഴും ഭദ്രമാണ്. We are always safe under His നമുക്ക് feathers. എപ്പോൾ വേണമെങ്കിലും അവന്റെ അടുക്കിലേക്ക് ശരണം പ്രാപിക്കാൻ We കഴിയും. can go any time and take comfort under Him. അതുകൊണ്ട് നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അല്ലെങ്കിൽ കഴിപ്പാൻ ആവശ്യമായ എല്ലാം ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. Therefore, we know that the Lord has given us everything that we need so that we may live a victorious Christian life. അതുകൊണ്ട് ദൈവം തൻ്റെ അനന്ത കൃപയാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലൊരു ക്രിസ്തീയ ജീവിതം കഴിച്ച് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വചനങ്ങൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമപ്പെടുന്നു. So I hope that in the coming days the Lord may multiply us in His grace and help us to be a partakers of His divine nature. With this hope, I would like to conclude my verse. May the Lord bless us all. താങ്ക് യു.